ഇന്ന് ഞായറാഴ്ചയാണ്. നാട്ടിലായിരുന്നെങ്കിൽ അമ്മ, ഞങ്ങൾ അമ്മച്ചിന്നാണ് വിളിക്കുക, അമ്മച്ചി കുത്തിപ്പൊക്കി വിളിച്ചെഴുന്നേൽപ്പിക്കും. മനസ്സില്ല മനസ്സോടെ പള്ളിയിലേക്ക് പോകും. പോയിട്ട് വരുമ്പോൾ കുറച്ച് പോത്തിറച്ചി മേടിച്ചിട്ട് വരും. കപ്പ വേവിച്ചതോ പുഴുങ്ങിയതോ ആയിട്ട് കഴിക്കും. അതിൻ്റെ സൈഡായിട്ട് കാന്താരി പൊട്ടിച്ചതും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അവസാനം പുളിയൊക്കെ ഞരടി, വാളം പുളിയൊക്കെ ഞരടി, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്യാരം ബോർഡ് കളിയുണ്ട്, ചെസ്സ് കളിയുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്, വോളിബോൾ കളി, ഫുട്ബോൾ കളി, അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ. ഗൃഹാതുരത്വത്തിൻ്റെ നൊസ്റ്റാൾജിക് ഫീലിങ് മനസ്സിലെപ്പോഴും ഉണ്ട്. വിട്ടുപോകാത്ത പ്രേതമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രത്തോളം നമ്മളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വേദനിപ്പിക്കുന്ന പോലെ, കാണാൻ ശ്രമിക്കുന്ന പോലെ, ഒരു നൊമ്പരത്തിൻ്റെ ഒരു വിങ്ങൽ മനസ്സിലെപ്പോഴും. നേട്ടങ്ങളെക്കാൾ ഒരുപാട് കോട്ടങ്ങളാണ് ജീവിതത്തിലെപ്പോഴും എല്ലാ മനുഷ്യർക്കും. നഷ്ടബോധങ്ങളാണ് ജീവിതത്തിലെപ്പോഴും. ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഭീമമാണ് നഷ്ടങ്ങൾ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഓർമ്മയിൽ മനസ്സിലുള്ളൊരു നോവ് പിടയുകയാണ്. എന്തായാലും ജീവിതമാണിത്. അതിജീവനം ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പതുക്കെ വളരെ ശ്രമകരമായ രൂപത്തിൽ പണിപ്പെട്ടുകൊണ്ട് മടങ്ങാൻ മടിക്കുന്ന മനസ്സിനെ എന്നിലേക്ക് തിരിച്ച് ആവാഹിച്ചുകൊണ്ട് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷി അത് മനസ്സിന് തരുന്നൊരാനന്ദം വല്ലാത്തതാണ്. അതും നഷ്ടമാണ്. നമ്മൾ പച്ചപ്പയർ വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചു എന്തൊരു ഈസിയാണ്, വിത്തിടുക, വളവിടുക, വെള്ളമൊഴിക്കുക, പയർ പറിക്കുക. പിന്നീടാണ് മനസ്സിലായത് എവിടെ നിന്നാണെന്നറിയില്ല, അതുവരെ ഇല്ലാത്ത